ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് ബ്രഹ്മകുമാരീസിൻ്റെ മഹാതപസ്വിനി രാജയോഗിനി ജയന്തി ദീദി 7 വയസ്സിൽ ബ്രഹ്മകുമാരീസിൻ്റെ കോണ്ടാക്റ്റിൽ വന്നതാണ്. കാരണം ദീദിയുടെ ഫാമിലി അമ്മയും മുത്തശ്ശിയും എല്ലാം ആധ്യാത്മിക മാർഗത്തിൽ ബ്രഹ്മകുമാരീസുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. ജനിച്ചത് പൂനെയിലാണ്, വളർന്നതും പഠിച്ചതും എല്ലാം ലണ്ടനിലാണ്. സോ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരത്തിൻ്റെ ഒരു ബ്രിഡ്ജ് പോലെ നിലനിന്നുകൊണ്ട് ബ്രഹ്മകുമാരീസിൻ്റെ ഈ സേവനങ്ങളെ മറ്റ് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ഏകദേശം 140 രാജ്യങ്ങളിലെ ബ്രഹ്മകുമാരീസിൻ്റെ സേവനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം തുടക്കം ജയന്തി ദീദിയുടെ ലണ്ടനിലെ വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അങ്ങനെ 100-ലധികം രാജ്യങ്ങളിൽ ഈ സേവനങ്ങൾ കൊണ്ടുപോകാൻ നിമിത്തമായ ഒരു മഹാരാജയോഗിനിയാണ് നമ്മുടെ പാലക്കാടിലേക്ക് എത്തുന്നത്. മാത്രവുമല്ല, ബ്രഹ്മകുമാരീസിൻ്റെ UN പ്രതിനിധിയാണ്, സ്ഥിരാംഗമാണ് UN-ലെ ജയന്തി ദീദി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിന് ആ രീതിയിൽ ഇതിൻ്റെ മഹത്വത്തെ നമ്മുടെ പാലക്കാടിലെ കോണുകോണുകളിലെ ജനങ്ങളെ അറിയിക്കുന്ന തരത്തിൽ പ്രോഗ്രാമിന് മുൻപും പ്രോഗ്രാമിന് ശേഷവും ഇതിൻ്റെ കവറേജ് നൽകും എന്ന ശുഭപ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ബാക്കി 50 വർഷത്തെ സേവനങ്ങൾ ബ്രഹ്മകുമാരീസിൻ്റെ ബ്രദർ പറഞ്ഞല്ലോ, 20 വർഷത്തോളം കുടുംബങ്ങളിലാണ് സേവനം തുടങ്ങിയത്. 1976 ജൂലൈ മാസത്തിൽ ചെന്നൈയിൽ നിന്ന് ഈ രാജയോഗ ധ്യാനം പരിശീലിച്ച ഒരു കുടുംബം, വത്സല ബാലകൃഷ്ണൻ നായർ, അവർ PNGയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അവർ പാലക്കാടേക്ക് വരുമ്പോൾ ജന്മം കൊണ്ട് വത്സല മാതാജി പാലക്കാടുകാരിയാണ്. അപ്പോൾ അവരവിടുന്ന് ഈ ധ്യാനം പഠിച്ചതിന് ശേഷം അവരുടെ വീട്ടിൽ തന്നെ ബ്രഹ്മകുമാരീസിൻ്റെ സോണൽ ആസ്ഥാനമായ ചെന്നൈയിൽ നിന്ന് ഇതിൻ്റെ ഡയറക്ടറായിരുന്ന ആദരണീയ രാജയോഗിനി ശിവകന്യാജിയുടെ അനുവാദത്തോടു കൂടി പാലക്കാട് അവരുടെ PNT ക്വാർട്ടേഴ്സിലാണ് ഇത് ആരംഭിക്കണം. പിന്നീട് ചാത്തപുരത്തൊരു ബിൽഡിംഗ് എടുത്ത് സേവനം തുടങ്ങി. അങ്ങനെ 20 വർഷത്തോളം പാലക്കാട്, പിന്നീട് തിരുവാഴിയൂട്, ഒറ്റപ്പാലം, ഇങ്ങനെ പാലക്കാടിൻ്റെ പല ഭാഗത്ത്, മൈസൂർ, ചെന്നൈ, ബോംബെ, ദുബായ്, പല ഭാഗത്തു നിന്ന് ഈ ജ്ഞാനമാർഗത്തിൽ വന്ന കുടുംബങ്ങൾ നാട്ടിലെത്തിയപ്പോൾ അവരവർ പാലക്കാടിൻ്റെ പല താലൂക്കുകളിലും സേവനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ 20 വർഷം കുടുംബങ്ങളിലാണ് ഈ സേവനം നടന്നത്. പിന്നീട് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 96 ഓഗസ്റ്റ് 8 ബ്രഹ്മകുമാരീസിൻ്റെ ഒഫീഷ്യൽ സേവാ കേന്ദ്രം KSRTC ബസ് സ്റ്റാൻഡ് അടുത്തുള്ള അബൂബക്കർ റോഡിൽ ആരംഭിക്കണം. അന്നു മുതലുള്ള നമ്മുടെ സേവനങ്ങൾ 10 വർഷത്തോളം നമ്മൾ റെന്റഡ് ബിൽഡിങ്ങിലായിരുന്നു. ബാക്കി 2004 കൽപ്പാത്തിയിലെ ബൈപ്പാസ് റോഡിൽ സ്ഥലം വാങ്ങുകയും അവിടെ ഒരു ഔദ്യോഗിക സേവാ കേന്ദ്രം, സ്വന്തം ഭവനത്തിൻ്റെ നിർമ്മാണം നടന്നു. അങ്ങനെ ഇപ്പോൾ അവിടെ ശിവജ്യോതി ഭവൻ എന്ന് പറയുന്ന ആ മെഡിറ്റേഷൻ സെൻറ്ററിലാണ് നമ്മുടെ 2 ജില്ലകളിലെ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ സേവനങ്ങൾ നടക്കുന്നത്. ഇവിടുത്തെ ആക്ടിവിറ്റി നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഡെയിലി ഇവിടെ സത്സംഗമുണ്ട് 1 മണിക്കൂർ. ഒരു 7 ദിവസത്തെ കോഴ്സാണ് നമ്മൾ ആദ്യം എല്ലാവർക്കും നൽകുന്നത്. Monday to 1 week കോഴ്സ്, 1 day 1 hour രാജയോഗ ധ്യാനത്തിൻ്റെ ക്ലാസ്സുകൾ സൗജന്യമായിട്ട് കുടുംബങ്ങളായിട്ട് വരും. ചെറുപ്പക്കാർ എല്ലാവരും വന്നതിൻ്റെ ലാഭം എടുക്കാറുണ്ട്. അത് നമ്മുടെ ഇൻ ഹൗസ് പ്രോഗ്രാം. 7 ദിവസത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞാൽ പിന്നെ നിത്യ സത്സംഗമുണ്ട് 1 മണിക്കൂർ. പിന്നീട് നമ്മൾ സ്കൂൾ, കോളേജ്, മറ്റ് ക്ഷേത്രങ്ങൾ, സ്ഥാപനങ്ങൾ, ഫാക്ടറീസ്, എവിടെ ഇൻവിറ്റേഷൻ കിട്ടുന്നു അവിടെ എല്ലാം പോയി ഇതേ മെഡിറ്റേഷൻ ക്ലാസ് സ്പിരിച്വൽ എംപവർമെൻറ്റിന് വേണ്ടി മനുഷ്യൻ്റെ മനസ്സിന് ശാന്തിയും ശക്തിയും പകരുന്ന തരത്തിലുള്ള അവയർനെസ് ക്ലാസ്സുകൾ, സത്സംഗവും ഒപ്പം മെഡിറ്റേഷൻ ക്ലാസ്സുകളും നമ്മൾ നൽകാറുണ്ട്. അപ്പം അത് ജാതി, മത, സ്ത്രീ, പുരുഷ, പ്രായഭേദമന്യേ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ ഈശ്വരീയ സേവനങ്ങളും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. ബാക്കി ആര് ഈ ഈശ്വരീയ സേവനങ്ങളിൽ അവർക്ക് താല്പര്യമുണ്ടോ അവർ ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സ് പോലെ, എങ്ങനെയാണോ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നത് അതേപോലെ 1 മണിക്കൂർ മനസ്സിന് വേണ്ടുന്ന ഭക്ഷണം, ആ രീതിയിലാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത്. ശരീരത്തിന് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പോലെ മനസ്സിന് വേണ്ടുന്ന ഒരു എക്സസൈസാണ് മെഡിറ്റേഷൻ. അപ്പോൾ ഈ പ്രോഗ്രാമിലെ 50 വർഷത്തെ ഈ സേവനങ്ങൾ നമ്മൾ പാലക്കാട് ചെയ്യുമ്പോൾ ഏകദേശം 30 വർഷങ്ങളിൽ സിസ്റ്റർക്കും ഇവിടെ പാലക്കാട് സേവനം ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചു. അപ്പോൾ ഇവിടെ 30 വർഷത്തെ ഈ യാത്രയിൽ
നമുക്ക് പാലക്കാട് നിന്ന് വളരെ നല്ല സഹകരണമാണ് പൊതുജനങ്ങളിൽ നിന്നും നിങ്ങളെല്ലാവരിൽ നിന്നും ലഭിച്ചത്. ആ സഹകരണം തുടർന്നും ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും കുടുംബസമേതം ക്ഷണിക്കുന്നു. ഒപ്പം പാലക്കാടിലുള്ള എല്ലാ ജനങ്ങളെയും കുടുംബസമേത ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണം. എല്ലാവർക്കും ഓപ്പൺ ഇൻവിറ്റേഷനാണ്. എല്ലാവർക്കും വരെ 3:30 മണി മുതൽ 7:30 വരെ ജനുവരി 26 പ്രോഗ്രാമിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓം ശാന്തി. താങ്ക് യു സോ മച്ച്.